ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി, വെൽഫെയർ പാർട്ടി, അത് രാഷ്ട്രീയ ബന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ SDPIയിലേക്ക് ദൂരം അധികമില്ല. വെൽഫെയർ പാർട്ടിയുടെ തൊട്ടപ്പുറത്ത് SDPI ഉണ്ട്. എല്ലാവരുമായിട്ട് കൂട്ടുചേർന്ന UDFനും കോൺഗ്രസിനും ഈ ഭാഗത്ത് വേറൊരു ബന്ധമുണ്ട്. അത് ഹിന്ദു വർഗീയ ശക്തികളാണ്. അത് BJP രാഷ്ട്രീയമായിട്ട് BJP ആണ്, RSS ആണ്. അവരെല്ലാമായിട്ടും ബന്ധം ചേരാനുള്ള ഒരു മടിയും കാണിക്കാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. കേരളത്തിലെ കോൺഗ്രസ്സിന് ഏറെക്കാലമായിട്ട് വഴി കാണിക്കുന്നത് അന്ധമായ ഇടതുപക്ഷ വിശ്വാസമാണ്, വിരോധമാണ്. അന്ധമായ ഒരു കാര്യവും കൂടാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയെ പരിഗണിക്കാതെയും പഠിക്കാതെയും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് അവരുടെ എനിമി നമ്പർ 1 ഇടതുപക്ഷമാണെന്നാണ്. അങ്ങനെ ഇടതുപക്ഷത്തെ മുഖ്യ എതിരാളിയായി കണ്ടുകൊണ്ട്, ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ്, അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആശയ രാഷ്ട്രീയ രംഗത്ത് മുഖ്യ എതിരാളിയായിട്ടുള്ള BJPയെ തങ്ങളുടെ ബന്ധുവായി കാണുന്നു. ആ ബന്ധുത്വം കേരളം പല കുറി കണ്ടതാണ്. കോൺഗ്രസ്, BJP, RSS, SDPI, വെൽഫെയർ പാർട്ടി, ഈ ബന്ധം ഇത്തവണയും പല സ്ഥലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് LDF കാണുന്നുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും മുഖം രക്ഷിച്ചേ മതിയാവും. അവർക്കറിയാം ഇതൊരു ഡ്രസ് റിഹേഴ്സലാണ്. 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സലാണിത്. അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആ ബന്ധപ്പെടൽ നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ വരെ പണയപ്പെടുത്തിക്കൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ ഗാന്ധി നെഹ്റു ആശയങ്ങളെ വിറ്റുകൊണ്ടാണ് ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. BJP എല്ലാ പ്രകാരത്തിലും ഇന്ത്യയുടെ ശത്രുവാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന മതേതരത്വമാണ്. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ കാതലാണത്. അതാണ് ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാന ഘടകം. മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, ഇതെല്ലാമാണ് നമ്മുടെ രാജ്യം. അതാണ് ദ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിനെല്ലാം പൂർണ്ണമായിട്ടും ബലികഴിക്കുന്ന പാർട്ടിയാണ് BJP. ഒരു മറയും കൂടാതെ BJP പറയുന്നുണ്ട് അവർക്ക് വേണ്ടത് ഈ ഭരണഘടനയല്ല. ഈ ഭരണഘടനയെ പൊളിച്ചു മാറ്റാൻ, അതിന് പകരമായിട്ട് മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയ ഒരു പുതിയ ഭരണഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടിയാണ് BJP, ഒരു മറയും കൂടാതെ. അവരാണ് നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും പാരമ്പര്യം അവകാശപ്പെടുന്ന BJPയുടെ കോൺഗ്രസിൻ്റെ ബന്ധുവെന്ന് വന്നാൽ ഈ കോൺഗ്രസ് BJP ബന്ധത്തിൻ്റെ ആപത്തിനെ പറ്റിയുള്ള ഞങ്ങളുടെ ജാഗ്രത എത്രയും ശരിയാണ് തെളിയിക്കപ്പെടുകയാണ്. ആ ജാഗ്രത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, LDFനുണ്ട്. ഞങ്ങളുടെ പോരാട്ടം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മതേതര മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ പോരാട്ടം ഭരണഘടനാ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ പോരാട്ടം ഇന്ത്യ എന്ന ആശയത്തിൻ്റെ മഹത്വത്തെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയാണ്. ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ LDF ഈ ഇലക്ഷനെ കാണുന്നത്. അതോടൊപ്പം ഈ പറഞ്ഞ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും LDFൻ്റെ 5 കൊല്ലത്തെ ഭരണം കാഴ്ചവെച്ച ഒരുപാട് നേട്ടങ്ങളും മുന്നേറ്റങ്ങളും പുരോഗതിയുമുണ്ട്. അതെല്ലാം ജനങ്ങൾ കണ്ടതാണ്. ആ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതുകൊണ്ട് ദ നാച്ചുറൽ ഓപ്ഷൻ എന്ന ഒന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ LDF ആണെന്ന് ഞങ്ങൾക്കറിയാം. അതാണ് ഞാനീ പറഞ്ഞ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം. ഈ കോൺഫിഡൻസ് നാൾ ചെല്ലും തോറും ശക്തിപ്പെടുകയാണ്. ഇതാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അവസ്ഥ.